ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമധുരം ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാലാമത്തെ പാഠഭാഗം ഹരണ രീതികൾ, ഡിവിഷൻ മെത്തേഡ്സ്. മൂന്നാമത്തെ പാഠഭാഗമൊക്കെ നമ്മൾ വൃത്തിയായി കഴിഞ്ഞു. ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പുറകോട്ട് പോയി എല്ലാം കണ്ട് പഠിക്കുക. ഇനി നമ്മൾ ഈ ഹരണ രീതികൾ എന്തൊക്കെയാണെന്നാണ്. പക്ഷെ ഇതുണ്ടല്ലോ, മനസ്സിലാക്കിയ വളരെ എളുപ്പമാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ആകെ അങ്ങോട്ട് നമുക്ക് ഈറ പിടിക്കും. അപ്പൊ ഏതായാലും എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ പാഠഭാഗത്തിൽ 3 ഭാഗങ്ങളാണുള്ളത്. ആദ്യത്തെ ഭാഗത്തിലേക്കാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഹരണവും ഗുണനവും. ഹരണം എന്ന ക്രിയയെ ഗുണനം എന്ന ക്രിയയുടെ വിപരീതമാണെന്ന് തിരിച്ചറിയുക. ഇതാണ് ആദ്യത്തെ ഭാഗം. ഗുണനഫലങ്ങൾ പലതും കുറച്ച് ഹരണക്രിയ ചെയ്യുകയാണ് രണ്ടാമത്തെ ഭാഗം. ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യയുടെ മടങ്ങും മിച്ചവുമായിട്ട് പിരിച്ചെഴുതുന്നതാണ് മൂന്നാമത്തെ ഭാഗം. ഈ 3 ഭാഗങ്ങളാണ് ഈ പാഠഭാഗത്തിലുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗം എന്താണെന്ന് നോക്കാം. തുല്യമായി വീതിക്കേണ്ടി വരുന്ന ഒരു പ്രായോഗിക പ്രശ്നത്തെ ഹരണമായി വ്യാഖ്യാനിക്കുന്നതിന് പകരം മടങ്ങുകളുടെ പ്രശ്നമാക്കി മാറ്റി ഗുണനമായി വ്യാഖ്യാനിക്കുന്നത് എങ്ങനെ, അതാണ് ഹരണവും ഗുണനവും എന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം അല്ലെ. ഇപ്പൊ ഇവിടെ ഒരു പ്രായോഗിക പ്രശ്നം തന്നിട്ടുണ്ട്. നോക്കാം. 20 മിഠായി 5 കുട്ടികൾക്ക് ഒരുപോലെ എങ്ങനെ വീതിച്ചു കൊടുക്കും? അതായത് ഹൗ ഡു വി ഡിസ്ട്രിബ്യൂട്ട് 20 പീസസ് ഓഫ് ക്യാൻഡി ഈക്വലി എമംഗ് 5 കിഡ്സ്? ഇതാണ് പ്രായോഗിക പ്രശ്നം. അപ്പൊ ഇത് ഹരണത്തിന്റെ പ്രശ്നമാണ്, ഭാഗപ്രശ്നമാണ്. പക്ഷെ നമ്മൾ ഇത് എന്താക്കി മാറ്റിയാണ്? മടങ്ങ് പ്രശ്നമാക്കി മാറ്റിയാണ്. അതായത് ഗുണനമാക്കി മാറ്റുകയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ ഒന്ന് നോക്കൂ. ഇവിടെ 20 മിഠായി, ആകെയുള്ളത് 20 മിഠായിയാണ്. എത്ര പേർക്ക് വീതിക്കണം? 5 പേർക്ക് തുല്യമായി വീതിക്കണം. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഓരോരുത്തർക്ക് ഓരോ മിഠായി അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഒന്ന് കൊടുത്തു, ഇവിടെ ഒന്ന് കൊടുത്തു, ഇവിടെ ഒന്ന് കൊടുത്തു, ഇവിടെ ഒന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ 1 വീതം കൊടുത്തു അല്ലേ? 1 വീതം കൊടുക്കുമ്പോൾ 5ന്റെ 1 മടങ്ങ്. 5ന്റെ 1 മടങ്ങ് എന്ന് പറയുമ്പോ എത്രയാണ് കിട്ടുക? 5 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരാൾക്ക് 2 വീതം കിട്ടുമ്പോ എത്രയായി നോക്കൂ. ഇപ്പൊ ഒരാൾക്ക് 2 വീതമായി. അപ്പൊ എന്താ സംഭവിച്ചത്? 5ന്റെ 2 മടങ്ങായി. 5ന്റെ 2 മടങ്ങ് എന്ന് പറയുമ്പോ എത്രയായി? 10 ആയി. 5ന്റെ 2 മടങ്ങ്. ഇനി ഒരാൾക്ക് ഓരോന്നും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് എത്ര വീതം കിട്ടും? 3 വീതം കിട്ടും. അപ്പൊ 3 വീതം കിട്ടുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മാറ്റം എന്താ? 5ന്റെ 3 മടങ്ങ്. അപ്പൊ 5ന്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോ എത്രയാ വരിക? 15 വന്നു അല്ലേ? ഇനിയും നമുക്കുണ്ട്. ഇപ്പൊ നമ്മള് 15 മിഠായി കൊടുത്തു കഴിഞ്ഞു. ബാക്കി എത്ര മിഠായി ഉണ്ട്? ആകെയുള്ളത് 20. ഇനി ബാക്കി 5. അപ്പൊ ഓരോന്നും കൂടെ കൊടുക്കാനുണ്ട് അല്ലേ? ശരി, നമുക്ക് ഓരോന്നും കൂടെ ഇനി കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരാൾക്ക് എത്ര ആയി? 4 വീതം മിഠായി ഓരോരുത്തർക്കും കിട്ടി. അപ്പൊ എന്താ കിട്ടിയത്? 5ന്റെ 4 മടങ്ങ് എത്രയാണ് കിട്ടുക? ആകെ കിട്ടണ മിഠായി 20. അപ്പൊ നോക്കണേ, ഇവിടെയുള്ളൊരു ഭാഗപ്രശ്നം, ഹരിക്കുന്ന പ്രശ്നം നമ്മൾ എന്ത് പ്രശ്നമാക്കി മാറ്റി? ഗുണന പ്രശ്നമാക്കി മാറ്റി, മടങ്ങ് പ്രശ്നമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതായത് 5നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 20 കിട്ടുക? 5നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 20 കിട്ടും. ഏത് സംഖ്യ കൊണ്ടാണ്? 5നെ 4 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഹരണ പ്രശ്നം എന്ന് പറയുന്നത് 20നെ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഹരിക്കണം. ആ ഹരണ പ്രശ്നമാണ് നമ്മൾ ഇവിടെ എന്താക്കി മാറ്റിയത്? ഗുണിക്കുന്ന പ്രശ്നമാക്കി മാറ്റിയത്. നിങ്ങൾക്ക് എക്സാമിന് കൃത്യമായിട്ടുണ്ടാവും. അതിനി അടുത്ത 1-2 കണക്കും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ ആണല്ലോ? ഇപ്പം നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഭാഗവും ഹരണവും എല്ലാം നമുക്ക് മടങ്ങും ഗുണനവുമായിട്ട് കോളമൊക്കെ വരച്ച് എഴുതാം. ഓക്കെ. നമ്മളുടെ പ്രായോഗിക പ്രശ്നം എന്ന് പറയുന്നത് 20 മിഠായി 5 കുട്ടികൾക്ക് എങ്ങനെ വീതിച്ചു കൊടുക്കും? ഇനി ഇവിടെ ഞാനത് ഭാഗപ്രശ്നമായിട്ടും മടങ്ങ് പ്രശ്നമായിട്ടും എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. പാർട്സ് ആൻഡ് ഡിവിഷൻ, ഭാഗവും ഹരണവും. ഇവിടെ ടൈംസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, മടങ്ങും ഗുണനവും.
നിങ്ങൾ ഇതേപോലെ തന്നെ കോളൊക്കെ വരച്ച് നോട്ട് ബുക്കിൽ എഴുതണം. ആദ്യം നോക്കാം ഇതെങ്ങനെയാണ് ഹരണത്തിന്റെ പ്രശ്നമാക്കുന്നത്. ഇഫ് 20 ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 5 ഈക്വൽ പാർട്സ്, ഹൗ മച്ച് വുഡ് ഈച്ച് പാർട്ട് ബി? അതായത് 20നെ ഒരേപോലെയുള്ള 5 ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗവും എത്രയാണ്? ഇതാണ് ഹരണ പ്രശ്നം. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ പറയാണ് അത് ഗുണനമാക്കി എങ്ങനെ മാറ്റി എഴുതാം. ഹൗ മെനി ടൈംസ് ഓഫ് 5 മേക്സ് 20? അതായത് 5ന്റെ എത്ര മടങ്ങാണ് 20? ഉത്തരം നമുക്ക് കിട്ടി. 20നെ എന്ത് ചെയ്യണം? ഇവിടെ 5 കൊണ്ട് ഹരിക്കണം. ഇവിടെ നമുക്ക് 5ന്റെ എത്ര മടങ്ങാണ് 20? എത്ര മടങ്ങാ 20? 5ന്റെ 4 മടങ്ങ്. ഓക്കെ ആണല്ലോ. ഇവിടെ അടുത്തത് വാട്ട് നമ്പർ ഡു വി ഗെറ്റ് ഓൺ ഡിവൈഡിങ് 20 by 5? അതായത് 20നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഏതാണ്? ബൈ വാട്ട് നമ്പർ ഷുഡ് 5 ബി മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് 20? അതായത് 5നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 20 കിട്ടുന്നത്? അതായത് അത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. 20 ഹരിക്കാൻ 5 ഇത് 5 ഇൻറ്റു ഡാഷ് ഏതാ നമുക്ക് അറിയില്ല, സമം 20 കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ഉത്തരം ചെയ്ത് കണ്ടുപിടിച്ചു 4 അല്ലെ. ഇനി നമുക്ക് അടുത്ത ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എക്സാമിന് എഴുതാനുണ്ടാവും. അപ്പൊ അടുത്ത പ്രശ്നം നമ്മൾ വിചാരിക്കും ഇത് എന്തിനാ ഇത്ര കീറാമുട്ടിയായിട്ട് ഇത് പോകുന്നത്, ഇത് ഇത്ര ഭയങ്കര പ്രശ്നമാണ്, ഇതിനേക്കാൾ സുഖം 20നെ 5 കൊണ്ടങ്ങ് ഹരിച്ചാ പോരെ. അല്ല, നമുക്ക് ഈ കാര്യം നമ്മളുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ഹരണത്തിലേക്ക് കുട്ടികള് പോകുള്ളൂ. മറ്റേ യാന്ത്രികമായിട്ട് അങ്ങനെ പോവാണ്. ഇത് കുട്ടികളിലുള്ള ചിന്താശേഷിയെ വർദ്ധിപ്പിക്കും. അപ്പൊ 20 ഹരിക്കണം 5, 5ന്റെ എത്ര മടങ്ങാണ് 20? ഈ രീതിയിൽ കുട്ടികൾ ചിന്തിക്കും. വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത പ്രായോഗിക പ്രശ്നം ഞാൻ വായിക്കാം. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 40 നിങ്ങൾ ചോദ്യം എഴുതി വെക്കുക. 40 liters of water was filled in 8 bottles of the same size. How many liters of water will be there in each bottle? അതായത് 40 ലിറ്റർ വെള്ളം ഒരേ അളവുള്ള 8 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ വെള്ളം ഉണ്ടാകും? അപ്പൊ നമുക്കിത് 2 കോളങ്ങളാക്കി എഴുതാം. നേരത്തെ എഴുതിയത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, സെയിം അത് തന്നെയാണ്. അതില് സംഖ്യകളൊന്നും മാറ്റി കൊടുത്താൽ മതി. നോക്കാം. If 40 is split into 8 equal parts, how much would each part be? അതായത് 40നെ ഒരേപോലെയുള്ള 8 ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗവും എത്രയാണ്? അതിന്റെ ഗുണന പ്രശ്നം. ഹൗ മെനി ടൈംസ് ഓഫ് 8 മേക്സ് 40? അതായത് 8ന്റെ എത്ര മടങ്ങാണ് 40? ഇനി നോക്കാം. വാട്ട് നമ്പർ ഡു വി ഗെറ്റ് ഓൺ ഡിവൈഡിങ് 40 by 8? അതായത് 40നെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഏതാണ്? ഇവിടെ നമുക്ക് എഴുതാം. ബൈ വാട്ട് നമ്പർ ഷുഡ് 8 ബി മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് 40? അതായത് 8നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 40 കിട്ടുന്നത്? ഇവിടെ നോക്കാം. 40 ഹരിക്കണം 8. ഇവിടെ 8നെ ഏതോ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ 40 കിട്ടുന്നു. ഏതാണ്? നമുക്ക് 8നെ ഏത് കൊണ്ട് ഗുണിച്ചാലാണ് 40 കിട്ടുക? 8നെ 5 കൊണ്ട് ഗുണിച്ചാലാണ് 40 കിട്ടുന്നത്. അതായത് ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ വെള്ളം വേണം? 5 ലിറ്റർ വെള്ളം. 8ന്റെ 5 മടങ്ങ് 8 5 40. ഓക്കെ ആയല്ലോ. അടുത്ത ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. പേജ് നമ്പർ 41 ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ചോദ്യം ഇതാണ്. 6 persons equally shared 48 kilograms of rice. How many kilograms did each get? അതായത് 48 കിലോഗ്രാം അരി 6 പേർ ഒരുപോലെ വീതിച്ചെടുത്തു. ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം അരി കിട്ടി? ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്ന ഈ പ്രായോഗിക പ്രശ്നത്തെ ഇതേപോലെ നമുക്കൊന്ന് എഴുതി നോക്കല്ലേ. ഇപ്പൊ എഴുതി തന്നെയാണ്. സംഖ്യകൾ മാറ്റിയിട്ട് കൊടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ 48 is split into 6 equal parts, how much would each part be? അതായത് 48നെ ഒരേപോലെയുള്ള 6 ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗവും എത്രയാണ്? How many times of 6 makes 48? 6ന്റെ എത്ര മടങ്ങാണ് 48? ഇവിടെ പറയുന്നത് 48നെ 6 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഏതാണ്? അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? 6നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 48 കിട്ടുക?
what number do we get on dividing 48 by 6? അതായത് by what number should 6 be multiplied to get 48? അടിയിൽ നമ്മൾ എഴുതി 48 ഹരിക്കണം 6. അപ്പൊ 6 ഏതോ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 48 കിട്ടും. ഏതായിട്ടാ 8 കിട്ടുന്നത് അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം അരി കിട്ടും? 8 കിലോഗ്രാം അരി കിട്ടും. ഓക്കെ ആയല്ലോ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഒരു പ്രായോഗിക പ്രശ്നം നമുക്ക് കിട്ടിയാൽ ഭാഗവും ഹരണവുമായും മടങ്ങും ഗുണനവുമായി നമ്മൾ കണ്ടെത്തി എന്ത് ചെയ്തു? ആൻസർ കണ്ടെത്തി. എളുപ്പല്ലേ? ഇത് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു വെക്കണം. ഇതേപോലെ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതിന്ന് വഴുതി മാറാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതൊന്നും വേണ്ട, ഇതങ്ങോട്ട് മാറ്റി വെക്കാം എന്ന് പറഞ്ഞ് ഒരിക്കലും മാറ്റി വെക്കരുത്. കൃത്യമായി നിങ്ങളുടെ മനസ്സിലേക്ക് എത്തേണ്ടതാണ്. ഇനി ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്തിടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനൊന്നും മറക്കണ്ട കേട്ടോ. ഓക്കെ, ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ലവ് യു ഓൾ, ബൈ.